വെള്ളം കയറി തുടങ്ങിയിട്ട്. ഇന്നലെ കടലൊഴുകണ പോലെ ഇതിലെ വെള്ളം ഒഴുകി വീടുകളിലെല്ലാം വെള്ളം കയറണാണ്. എത്ര ദിവസമായി ഈ ഭക്ഷണം പോലും കഴിച്ചിട്ടില്ല. ഇവിടെ 2 വീട്ടില് 2 വിധവകളാണ് അവിടെ ഇരിക്കുന്നത്. ആ വീട്ടില് നിറച്ചു ഫുള്ളാണ്. 70 വയസ്സ് കഴിഞ്ഞതാ. ഒരു ഭാരവാഹികളും തിരിഞ്ഞു നോക്കണില്ല. ഇവിടെ പ്രസിഡന്റും മാക്സിയാണ്, KJ മാക്സിയാണ് ഇവിടുന്ന് വോട്ട് ചെയ്ത് ജയിപ്പിച്ച് വിട്ടതാ ജനങ്ങള്. അയാള് ഇത് തിരിഞ്ഞു നോക്കിയിട്ടില്ല, വന്നിട്ടില്ല. ഇതേവരെ ഈ വശത്തേക്ക് വന്നിട്ടില്ല. ഇവിടുത്തെ മെമ്പർ ഒരു പ്രാവശ്യം ഒന്ന് വന്ന് നോക്കിയിട്ട് പോയതല്ലാതെ ഞങ്ങൾ കടല് കയറുമ്പോഴല്ല പറയണത്. അതിനു മുമ്പ് ഞങ്ങൾ പറയണത് ഞങ്ങൾക്ക് ഇവിടെ ടെട്രാ പാക്ക് ഇട്ട് തന്നോന്ന് ഞങ്ങൾ പറഞ്ഞു തുടങ്ങിയിട്ട് കുറെ നാള്. ഇപ്പൊ ഇത്രയും പേര് ജോലിക്കും കൂടി പോകാൻ പറ്റണില്ല. ഭക്ഷണം കഴിച്ചിട്ട് എത്ര ദിവസമായിരുന്നോ. ഞങ്ങളുടെ അകത്ത് വെള്ളം കയറിയിട്ടില്ലെങ്കിലും ഈ വെള്ളം കയറിയ വീടുകളിൽ ഓർത്തിട്ട് ഞങ്ങൾക്ക് ഭക്ഷണം കഴിക്കാൻ പോലും പറ്റണില്ല. ഇവിടുന്ന് കയറുന്ന വെള്ളം എല്ലാം കമ്പനിപ്പടി ഒട്ടുമിക്ക വീടുകളിലും തന്നെ വെള്ളം കയറിയിരിക്കണേ. അവര് പോലും ഭക്ഷണം കഴിച്ചിട്ടില്ല. ഒരു പൊതി ചോറ് പോലും ഇന്നേ വരെ ഒരാളും കൊണ്ടുവന്ന് തന്നിട്ടില്ല. ഈ നിൽക്കണത് എന്റെ സഹോദരിയാണ്. ഇവര് വീട്ടിൽ വെള്ളം കയറിയിട്ട് എന്റെ വീട്ടിൽ വന്ന് നിൽക്കണേ. ഒരാഴ്ച ഇവിടെ വന്ന് നിൽക്കണം. കഴിഞ്ഞിട്ട് 3 ആഴ്ചയിൽ ഇങ്ങനെ 5 ദിവസം തുടർച്ചയായി വെള്ളം കയറി. ഞങ്ങളുടെ പെരടത്തൊക്കെ വെള്ളം കയറി. ആരും വന്നില്ല ഞങ്ങളെ തിരിഞ്ഞു നോക്കാനായിട്ട്. അതുപോലെ തന്നെ ഈ 3-4 ദിവസമായിട്ട് വെള്ളം ഞങ്ങൾക്ക് കിടക്കാൻ പറ്റാത്ത കട്ടിലൊക്കെ മുങ്ങി കിടക്കണ പെരടകത്ത്. ഈ കൊച്ചിനാണെങ്കിലും ഈ 2 പൊടിക്കൊച്ചിനെയും ഈ കൊച്ചിനെയും സ്കൂളിൽ പോകാൻ പറ്റാത്ത അവസ്ഥയാണ് ഈ കൊച്ചിന്. വെള്ളം കയറാണ്ട് വായു പിടിച്ച് പനിയും വന്ന് ഇന്നലെ മരുന്നിന് പോയിട്ട് ആ വെള്ളത്തിൽ കൂടിയാണ് ആ മരുന്നിന് പോയിട്ട് വന്നത്. ഇതൊക്കെ തീരുമാനിക്കാനായിട്ട് ആ പകുതി പേരും ചെല്ലാനത്ത് നിന്ന് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് കുറച്ച് പേര്. അവരോടാണ് ഞങ്ങൾക്ക് ഇത് ചോദിക്കേണ്ടത്. പക്ഷെ അവര് പൊക്കത്ത് കയറി ഇരിക്കണേന്നല്ല. എന്തെങ്കിലും ഒരു തീരുമാനം അവർക്ക് എടുക്കാൻ പാടില്ല ഈ കാര്യത്തിൽ. ആർക്കും തന്നെ ബാത്റൂമിലൊന്നും പോകാൻ പറ്റണില്ല. ബാത്റൂമെല്ലാം നിറഞ്ഞു കിടക്കണേണ് വെള്ളം കയറി കഴിയുമ്പോ. കുളിക്കാനും പറ്റണില്ല, ഒന്നിനും കഴിയണില്ല. എല്ലാവരുടെ അകത്ത് തന്നെ ഈ ബാത്റൂമിലെ വെള്ളമാണ് ഈ പെരയുടെ അകത്ത് കയറി വന്നത്. അത്ര പോലും ഒരാളും തിരിഞ്ഞു നോക്കണില്ല. പൊളിച്ചു മാറ്റി. അയ്യോ എന്റെ അമ്മോ. പേടിക്കണ്ട